നിനക്ക് ഇന്ന് ഫാൻസി ഡ്രസ് മത്സരം ഉള്ളതല്ലേ, എന്നിട്ടാണോ നീ വെറുതെ സമയം കളയുന്നത്? അത് 4 മണിക്കല്ലേ അമ്മേ. വേഗം ചെന്ന് റെഡിയാവടാ. നീയേ പോലീസ് വേഷത്തിലാ മത്സരിക്കുന്നത്. കുളിച്ച് റെഡിയാവ്. മത്സരം കഴിഞ്ഞു വന്ന ആ സമയം ഇരുന്ന് പഠിച്ചോളണം. നിന്നെ ഒരു ശാസ്ത്രജ്ഞനാക്കണം എന്നാ എന്റെ ആഗ്രഹം. എനിക്ക് ടിപ്പർ ഡ്രൈവർ ആയാ മതി അമ്മേ. ടിപ്പർ ഡ്രൈവറോ? അതെന്തിനാടാ? കാണുമ്പോ തന്നെ എല്ലാവരും പേടിച്ച് സ്ഥലം വിടും. ഓ, ഇങ്ങനെ ഒരു കോന്തൻ. അമ്മ പേടിക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഒരു കണ്ടുപിടുത്തം നടത്തുന്നുണ്ട്. അതെയോ? എന്താടാ? എന്താ എന്റെ പൊന്നുവാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഞാനൊരു പുതിയ തരം രോഗാണുവിനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. രോഗാണുവിനെയോ? കൊള്ളാം കൊള്ളാം, പുതിയ രോഗാണു. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്നെ ഈ ലോകം മുഴുവനും അറിയും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു വലിയ കാര്യം കൂടി ചെയ്യും. എന്താണ് ആ വലിയ കാര്യം? ആ രോഗാണുവിന് ഞാൻ അമ്മയുടെ പേരിടും, ജാനകി രോഗാണു. നിർത്ത്, വണ്ടി നിർത്ത്. എടോ, താനെന്താടോ ഇവിടെ നിൽക്കുന്നത്? സത്യം പറ, താൻ സിഗരറ്റ് വലിച്ചില്ലേ? സ്മെല്ലുണ്ടല്ലോ. അത് സാറേ, നേരത്തെ വലിച്ചതാ. 50 രൂപ ഫൈൻ എടുക്കടോ, ഇല്ലെങ്കി ഇടിയമ്പാപ്പച്ചന്റെ സ്വഭാവം താൻ അറിയും. ചില്ലറയില്ല, 100-ന്റെ നോട്ടാ. അപ്പൊ ഇത് മതി. അല്ല സാറേ, ബാക്കി 50. ചില്ലറയില്ല. താനൊരു കാര്യം ചെയ്യ്, ആരും കാണാതെ ഒരെണ്ണം കൂടി വലിച്ചോ. എടീ, നമ്മുടെ ടിന്റുമോൻ എവിടെ? സ്കൂള് വിട്ട് വന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടതേ ഇല്ലല്ലോ. അവൻ പഠിക്കുകയായിരിക്കും, അടുത്ത ആഴ്ച എക്സാം അല്ലേ. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. ഇപ്പൊ പഠിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേന്നെ, ഇപ്പൊ സ്കൂൾ വിട്ട് വന്നാൽ TV കാണാനൊന്നും പോകില്ല. റൂമിൽ കയറി വാതിലടച്ച് വായനയോട് വായനയാ. എടീ, അവനെ ഒന്നിങ്ങ് വിളിച്ചാലോ? പുസ്തകത്തിലേക്ക് നോക്കിയിരുന്ന പാവത്തിന്റെ കണ്ണ് വേദനിക്കുന്നുണ്ടാവും. പഠിത്തത്തിൽ വല്ലാതെ ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ വിളിച്ചാൽ തന്നെ അവൻ അറിയില്ല. എന്നാലും പാപമല്ലേടി, ചെറിയ കൊച്ചല്ലേ. കുറച്ചു നേരം വന്നിരുന്ന് TV കണ്ടോട്ടെ, ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ ടിൻഡു? എടാ ടിൻഡു നിന്നോടാ എഴുന്നേൽക്കാൻ പറഞ്ഞത്. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താ ഈ പറയുന്നത്? എടീ, ഇവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. നിന്നെ കണക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹോ, ഇതിലും ഭേദം എന്നെ നാടു കടത്തുന്നതായിരുന്നു. നിന്റെ കയ്യിൽ 100 ചോക്ലേറ്റ് ഉണ്ട്. അതിൽ 92 എണ്ണം നിന്റെ അനിയൻ എടുത്തു. പിന്നെ എന്തുണ്ടാവും? നല്ല പൊരിഞ്ഞ തല്ലുണ്ടാവും. ചേട്ടാ, ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, അകത്തോട്ട് ചെല്ല്. എന്താ അസുഖം? ഇടയ്ക്കിടെ ഭയങ്കര ഈ ഭയങ്കര എന്ന് വിളിക്കുന്നത് എന്നെയാണോ? സോറി ഡോക്ടർ, ഞാൻ എന്റെ അസുഖം പറയായിരുന്നു. എന്താ അത്രയ്ക്ക് ഭയങ്കര അസുഖാണോ? സാർ, എനിക്ക് ഇടയ്ക്കിടെ ഭയങ്കര മറവി വരുന്നു. എന്ന് മുതലാ ഈ പ്രശ്നം തുടങ്ങിയത്? ഏത് പ്രശ്നം? ഏത് പ്രശ്നമെന്നോ? മോൻ ഇപ്പൊ പറഞ്ഞ മറവിയില്ലേ, അതെപ്പോഴാ തുടങ്ങിയതെന്ന്? മറവിയോ? ഞാനിപ്പോ പറഞ്ഞു. ഈ ചേട്ടൻ ഇത് എന്താ പറയുന്നേ? ചേട്ടനോ? ആരാടാ നിന്റെ ചേട്ടൻ? അപ്പൊ ഇയാളാരാ? ഞാൻ ഡോക്ടറാണ്. ഡോക്ടർക്ക് എന്താ എന്റെ വീട്ടിൽ കാര്യം? മോനെ, ഇതെന്റെ വീടാണ്. മോൻ ചികിത്സക്ക് ഇവിടെ വന്നതാണ്. അതിനെനിക്കെന്താ അസുഖം? മറവി. ഹലോ, മാന്യന്മാരെ അപമാനിക്കരുത് കേട്ടോ. എനിക്ക് മറവിയല്ല, പനിയാ. പനിയോ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. പനി കാണാൻ പറ്റുമോ ഡോക്ടർ? ഡോക്ടർമാർക്ക് കാണാം. അനങ്ങാതെ ഇരുന്നോണം. ഞാനിപ്പോ വരാം. അതെവിടെ പോയി? എന്ത്? എടാ, നിന്റെ നാവിനടിയിൽ ഞാനൊരു സാധനം വെച്ചില്ലേ? ഓ, അതോ? ഉള്ളത് പറയാലോ ഡോക്ടർ. ഡോക്ടർ ആളൊരു കേമൻ തന്നെ. ഡോക്ടർ തന്ന വലിയ ഗുളിക കഴിച്ചപ്പോഴേ എന്റെ ചുമയും തലവേദനയും പമ്പ കടന്നു. അച്ഛാ, ഞാൻ സ്കൂളിൽ പോവാണേ. പോവാൻ വരട്ടെ. നിന്റെ ക്ലാസ് ടീച്ചർ ഇന്നലെ വിളിച്ചിരുന്നു. നീ ഇപ്പൊ ഒന്നും പറഞ്ഞാ അനുസരിക്കുന്നില്ലാന്ന്. അയ്യോ, ആര് പറഞ്ഞു ഈ ശുദ്ധ നുണ? അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അച്ഛാ. നീ ഇന്നലെ എന്തോ കുരുത്തക്കേട് കളിച്ചതിന് ടീച്ചർ തല്ലാൻ കൈനീട്ടാൻ പറഞ്ഞിട്ട് നീ കൈനീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞോ?
അയ്യോ അച്ഛാ, അത് ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ചതാ. എന്ത്? ഞാൻ പറഞ്ഞോ ടീച്ചറോട് തർക്കുത്തരം പറയണമെന്ന്? അച്ഛനല്ലേ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ആരുടെ മുമ്പിലും കൈ നീട്ടാൻ പാടില്ലെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ടീച്ചറുടെ മുമ്പിൽ കൈ നീട്ടാതിരുന്നത്. എന്നാ ഞാൻ സ്കൂളിൽ പോയി വരട്ടെ അച്ഛാ. ഇന്നിനി എന്ത് ഗുലുമാൽ ഒപ്പിക്കാനാണാവോ അവൻ പോകുന്നത്. എല്ലാവരും ഞാൻ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തോ? യെസ് മിസ്. ടിൻഡു, നീ ഹോംവർക്ക് ചെയ്തോ? ചെയ്തു മിസ്. എന്നാ ആ ബുക്ക് ഒന്ന് കാണിക്കൂ. അത് പിന്നെ ബുക്ക് എന്റെ വീട്ടിലെ പട്ടി കീറി. പട്ടി തിന്നൂന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. ആ കീറിയ ബുക്ക് കാണിക്കി, എന്നാ ഞാൻ വിശ്വസിക്കാം. ഈശ്വരാ, പണി പാളി. ടീച്ചറെ, ഒസാമ ബിൻ ലാദൻ മരിച്ചു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിശ്വസിക്കാതെ? അമേരിക്കക്കാർ വെടിവെച്ച് കൊന്നതല്ലേ? അമേരിക്കക്കാര് വെടിവെക്കുന്നത് ടീച്ചർ കണ്ടോ? പോട്ടെ, ടീച്ചർ ബിൻ ലാദന്റെ ഡെഡ് ബോഡി എങ്കിലും കണ്ടിട്ടുണ്ടോ? അത് പിന്നെ ബോഡി കടലിൽ എറിഞ്ഞില്ലേ? കടലിൽ എറിയുന്നത് ടീച്ചർ കണ്ടോ? ഇല്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, അത് ലോകം മുഴുവൻ വിശ്വസിച്ചു. അപ്പൊ ഞാനീ പറയുന്ന ചെറിയ കാര്യം വിശ്വസിക്കാൻ ടീച്ചർക്ക് തെളിവ് വേണം അല്ലേ? കഷ്ടണ്ട് ടീച്ചറെ, കഷ്ടണ്ട്. എടാ ടിൻഡു, നീ ഭയങ്കര ഭാഗ്യവാനാടോ. എന്തൊക്കെ സൗകര്യങ്ങളാ! സ്വന്തമായി സൈക്കിള്, സ്വന്തമായി മൊബൈല്, പിന്നെ അച്ഛന്റെ കയ്യില് പൂത്ത കാശും ഒറ്റ മോനും. ഒരമ്മാവന് അമേരിക്കയില് ഭയങ്കര ബിസിനസ്. മാസാമാസം നിനക്ക് ഗിഫ്റ്റ് അയച്ചു തരും. എത്ര ഭാഗ്യവാനാടാ നീ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ കുരുളി തോന്നുന്നു, അല്ല കുളിരി തോന്നുന്നു. അതിനൊക്കെ നല്ല കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം വേണം. എടാ, നിന്റെ മറ്റൊരമ്മാവൻ ജയിലിലല്ലേ? ജയില് അത് മൂപ്പര് വലിയ നിലയിലാ. എന്ത് ജയിലിലോ? വെറുതെ പുളു അടിക്കാതെ മോനെ. അങ്ങനെയൊന്നും പറയണ്ട. അമ്മാവൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു. പോലീസുകാർക്ക് വരെ പേടിയാ മൂപ്പരെ. ഒരു ഗുണ്ട ഏതോ ഒരു ചീള കേസിൽ കുടുങ്ങിയിട്ടല്ലേ ജയിലിൽ കിടക്കുന്നത്. ചീള കേസോ? ഒന്ന് പോടാ, കൊലക്കേസാ, കൊലക്കേസ്. അറിയോ? ഈശ്വരാ, കൊലക്കേസോ? നീ സത്യമാണോ ഈ പറയുന്നത്? അമ്മാവൻ ഇപ്പൊ വരുവോ? ഇപ്പൊ എത്തുമെന്നാ പറഞ്ഞത്. അമ്മാവനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി അമ്മ പറഞ്ഞു വിട്ടതാ എന്നെ. ഇതാണോടാ നിന്റെ അമ്മാവൻ? മോനെ ടിൻഡു, നമുക്ക് വീട്ടിൽ പോവണ്ടേ? അമ്മാവൻ വീട്ടിലേക്ക് നടന്നോ, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് ഇവരോട് രണ്ട് പറയാനുണ്ട്. നീ ആരടാ? എന്റെ അമ്മാവനെ കളിയാക്കാൻ മാത്രം ആയോ നീ? നീയല്ലേ പറഞ്ഞത് ഏതോ വലിയ കൊലക്കേസിലെ പ്രതിയാന്ന്? മൂപ്പരെ കണ്ടിട്ട് ഒന്ന് നിവർന്ന് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ. എടാ, ബടായി പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാടാ. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഭാസ്കരൻ ചേട്ടനില്ലേ, അയാളുടെ വീട്ടിൽ കേറി രാത്രി വാഴക്കൊല കെട്ടിയ കേസാ. ആ കൊലക്കേസിലാ അകത്തായത്. നീ എന്തു പണിയാടാ കാണിച്ചത്? നീ ഇങ്ങനെ ഒച്ച വെക്കല്ലേ, സാറെങ്ങാനും പറഞ്ഞാ കൊന്നുകളയും. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോയത്? നീ വാ, ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങളിത് എവിടുന്നാ ഓടിപ്പാഞ്ഞു വരുന്നത്? ആ പ്രയോഗം തെറ്റാണ്. ഓടുകയും പായുകയും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ഇവനാരാ? ഇവിടുത്തെ ഹെഡ് മാസ്റ്ററോ? എന്തോ കള്ളത്തരൊപ്പിച്ച് വരികയായിരിക്കും. എന്താ ഇവിടെ ഒരു ബഹളം? സാർ, അത് കോപ്പി എഴുതുന്ന കാര്യം പറയായിരുന്നു. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ. ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രതിജ്ഞ എടുക്കണം, കേട്ടല്ലോ? ടിൻഡു, മദ്യം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? മുഴുവൻ ദോഷങ്ങളോ സാറേ, അല്ലാതെ മദ്യം കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരും വലുതാവുമ്പോ മദ്യം കഴിക്കരുത്, കേട്ടല്ലോ? ഇപ്പൊ കഴിക്കാല്ലേ സാറേ? കൊന്നുകളയും ഞാൻ. എടാ, മദ്യം കഴിച്ചാ വേഗം മരിക്കും. ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമുണ്ട്, അതാണ് ചിരി. അപ്പൊ വെള്ളം അടിച്ച് ചിരിച്ചാലോ? വേഗം മരിക്കില്ല, ആയുസ് കൂടില്ല.
അങ്ങനെ തന്നെ നിക്കാം. മിണ്ടാതിരിയടാ. ഇന്ന് നമ്മൾ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വെള്ളത്തിലാണ് ആദ്യമായി ജീവികൾ ഉണ്ടായത്. പരിണാമം സംഭവിച്ച് ഇപ്പൊ ജീവികളൊക്കെ ഫുൾ ടൈം വെള്ളത്തിലായി. ടിൻഡു, നീ ഇന്നലെ എത്ര മണിവരെ ഇരുന്ന് പഠിച്ചു? അത് പിന്നെ ഇന്നലെ രാത്രി കറണ്ട് പോയി. അപ്പൊ ഞാൻ വേഗം പോയി കിടന്നു. എടാ, കറണ്ട് പോയാ നിനക്ക് മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിച്ചുകൂടായിരുന്നോ? അത് മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചാ എനിക്ക് കണ്ണുവേദനയാവും. എടാ, നീ എബ്രഹാം ലിങ്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങേര് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചാ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. സാർ എന്നെ അമേരിക്കന്റെ പ്രസിഡന്റ് ആക്കാ എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാനും അതുപോലെ മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് പഠിച്ചോളാം. ദൈവമേ, അച്ഛന് വട്ടായോ? ആച്ചാ, ആരവിടെ? ഞാനിവിടെ. എന്തു പറ്റിയച്ചാ? അച്ഛന് വട്ടായോ? ഒന്ന് പോടാ അവിടുന്ന്. ഇത് കണ്ടോ? കേരള സംസ്ഥാന ലോട്ടറിയാ. 1ാം സമ്മാനം 2 കോടിയാ. ഈ ലോട്ടറി എങ്ങാനും അടിച്ചാ പിന്നെ ഞാൻ ആരാ? കോടീശ്വരൻ. നീയോ? ഒരു പ്രാന്തന്റെ മോൻ. എന്ത്? ഈ പോക്കിന് പോയാ ലോട്ടറി അടിക്കുന്നതിന് മുമ്പേ അച്ഛന് വട്ടാവും. സപ്പോസ് അഥവാ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക. എടാ, ലോട്ടറി അടിച്ചിട്ടില്ല, ഒരാഗ്രഹം പറഞ്ഞതാ. എഴുന്നേൽക്ക്. ആ കാശിൽ നിന്ന് നിനക്കൊരു 5 ലക്ഷം തന്നാലേ നീ ആ കാശ് കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ആ കാശ് കൊണ്ട് ചികിത്സിക്കും. ചികിത്സിക്കാനോ? ആരെ ചികിത്സിക്കാൻ? 2 കോടി ലോട്ടറി അടിച്ചാ എന്തായാലും അച്ഛന് വട്ടാവും. ചെലപ്പോ എനിക്കും. അപ്പൊ ആ കാശ് കൊണ്ട് എവിടെയെങ്കിലും പോയി നല്ല ചികിത്സ തരും. 5,000 10,000 അധികം വേണ്ടി വരും. അപ്പൊ അച്ഛൻ ആ കാശ് എപ്പ തരും? ഒന്ന് പോടാ അവിടുന്ന്. ആ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ കാശ് നീ ഇപ്പൊ തന്നെ കൊണ്ടുപോയി എന്റെ അക്കൗണ്ടിൽ ബാങ്കിലിടണം. ദാ 1000 രൂപയുണ്ട്. കാശ് സൂക്ഷിച്ചു വെക്കണേ. എടാ, അച്ഛന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്കിലാണേ. നമ്പർ അറിയില്ലേ? അറിയാം, എന്റെ ഫോണിലുണ്ട്. അച്ഛന്റെ അക്കൗണ്ട് നമ്പർ മാത്രല്ല, അച്ഛന്റെ ഒപ്പും എനിക്കറിയാം. ഞാനാരാ മോൻ? മോനെ, ഇതാരുടെ അക്കൗണ്ടാ? എന്റെ അച്ഛന്റെ അക്കൗണ്ട് അല്ലേ? ആ മോനെ, ഇതിലൊരു 500ന്റെ നോട്ട് കീറിയതാണല്ലോ. ഇത് എടുക്കില്ല, മാറ്റി തരണം. അതിലിപ്പോ ഇത്തിരി കീറിയ നോട്ട് കിടന്നാലും അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതങ്ങോട്ട് ഇട്ടേക്ക്. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം.